നമുക്കിന്നൊരു ചെറിയ വലിയ ഓണാഘോഷത്തിന്റെ കഥയാണ്. സ്കൂളിൽ ഓണാഘോഷം നാളെയാണെങ്കിലും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സദ്യ ഒരുക്കും. സദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല, എന്നാലും സാമ്പാറും അവിയലും തോരനും അച്ചാറും പപ്പടം ഒക്കെ കൂട്ടി ഒരു കുഞ്ഞു സദ്യ. ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു ഒരുമയുടെയും കൂടിവരവിന്റെയും എല്ലാം ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സദ്യ നമ്മളെല്ലാവരോടും കൂടി ചേർന്ന് ഒത്തൊരുമിച്ചാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത്. അങ്ങനെ നമ്മുടെ ഓരോ പരിപാടികളും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിലോ സാറും നീതു ടീച്ചറും അഞ്ജു ടീച്ചറും സാനിമോൾ ടീച്ചറും സാജു സാറും നമ്മുടെ സന്തോഷ് സാറും എൽദോ കുര്യാക്കോ സാറും എല്ലാവരും കൂടിയിട്ട് പച്ചക്കറി എരിഞ്ഞോണ്ടിരിക്കും. കൂടെ ഹെൽപ്പിനായിട്ട് നമ്മുടെ അഞ്ചേച്ചിയുണ്ട്, ലത ചേച്ചിയുണ്ട്, പിന്നെ വീഡിയോ പിടിക്കാനും ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനും ഞാനുണ്ട്. ഇവിടെ വെന്ത് വരണേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പ്രേമ ചേച്ചി സാമ്പാർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കഴിഞ്ഞപ്പോൾ അവിയലിന്റെ കഷ്ണങ്ങള് പെട്ടെന്നായിരുന്നു. ഇപ്പൊ അവിയലിലേക്കുള്ള മസാലയൊക്കെ ചേർത്തിട്ട് കുറച്ചു നേരം അവിടെ തിരുമ്പി വെക്കണം. നമ്മുടെ ആശ ടീച്ചറും ലിലോ സാറും കൂടെ കൂടിയിട്ടാണ് അവിയലിന്റെ കഷ്ണങ്ങൾ ഇളക്കി യോജിപ്പിക്കാനുള്ള ദൗത്യമായിട്ട് അവരെ ഏൽപ്പിച്ച ദൗത്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അവിയൽ അങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട്. കറിവേപ്പിലിടാതെ എന്താ അവിയലല്ലേ, അതോ ധാരാളം ഇട്ടിട്ട് വീഡിയോ എടുക്കുക മാത്രമല്ല കേട്ടോ, മുളകിന്റെ ഞെട്ടൊടിക്കുക, അതേപോലെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പോലത്തെ കുറച്ച് കഠിനമായ പണികൾ ഞാനും ചെയ്തു. അവിയൽ അടുപ്പേക്ക് കയറിയ നേരത്ത് നമ്മുടെ അടുത്ത പരിപാടി ക്യാബേജ് തോരൻ ഉണ്ടാക്കലാണ്. അത് നമ്മുടെ മെയിൻ ഷെഫ് നമ്മുടെ ലിലോ സാറാണ്. അതുകൊണ്ട് തന്നെ ലിലോ സാറിന്റെ നേതൃത്വത്തിലാണ് എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ നമ്മുടെ അനുചേച്ചിയും അഞ്ചു ടീച്ചറും ലിലോ സാറിന്റെ കൂടെ കട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്യാബേജ് ഒരു ഇതായിട്ട് കേട്ടോ. ഇന്ന് നമ്മുടെ അവിയലൊന്ന് ഇളക്കി കൊടുക്കണമല്ലോ. ലിലോ സാറ് വേഗം അങ്ങോട്ടേക്ക്. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ UP സെക്ഷനിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് പപ്പടം കാച്ചുന്നുണ്ടായിരുന്നേ. കൂടെ നമ്മുടെ ആനി ടീച്ചറും ഉണ്ടായിരുന്നു. ചോറൊക്കെ റെഡി. അപ്പോഴേക്കും നമ്മുടെ പ്രേമ ചേച്ചിയും ആശ ടീച്ചറൊക്കെ കൂടി വന്നിട്ട് ചോറ് കോരി എടുത്തു കേട്ടോ. അതൊരു കുഞ്ഞിപ്പണിയൊന്നും അല്ലാട്ടോ. ലിലോ സാറ് അവിയലിലുള്ള തേങ്ങയൊക്കെ ചേർത്ത് അവിയൽ സെറ്റായി. സമയം 11:30 11:45 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കഞ്ഞിപ്പരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എത്താതിരിക്കും നമ്മുടെ സദ്യയുടെ മണം അവിടെ എല്ലായിടത്തും പരന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സദ്യ റെഡിയായി. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം വിളമ്പാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. നമ്മുടെ ഈ ഓണസദ്യ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കിയ ഒരു ഭക്ഷണം മാത്രമല്ല, സൗഹൃദവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു ഓർമ്മ കൂടി. എന്താ പറയാ, നമ്മൾ നല്ല ഇഷ്ടത്തോടു കൂടി നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കളത് ആസ്വദിച്ച് കഴിക്കുന്ന കാണുന്നതും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. എല്ലാവർക്കും നമ്മുടെ സദ്യ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ.